CPM-ന്റെ സംഘിവൽക്കരണ പ്രചാരണത്തിന് UDF കൺവെൻഷനിലൂടെ കടുത്ത ഭാഷയിൽ മറുപടി നൽകി കൊല്ലം എംപിയും കൊല്ലത്തെ UDF സ്ഥാനാർത്ഥിയുമായ NK പ്രേമചന്ദ്രൻ. രാഷ്ട്രീയ വ്യക്തിത്വം നഷ്ടപ്പെടുത്തിയാൽ പിന്നെ താൻ ഒന്നുമല്ല എന്ന് ബോധ്യമുള്ള പൊതുപ്രവർത്തകനാണ് താനെന്നും പ്രേമചന്ദ്രൻ തുറന്നടിച്ചു. പ്രേമചന്ദ്രന്റെ വിജയത്തിനായി സംഘടിപ്പിച്ച UDF കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. ജനാധിപത്യത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ഏകാധിപത്യ ഭരണമാണ് ഇന്ത്യയിൽ നടക്കുന്നതെന്ന് പറഞ്ഞ പാണക്കാട് തങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കാൻ പ്രേമചന്ദ്രനെ പോലെയുള്ളവരാണ് ഇനിയും തെരഞ്ഞെടുക്കപ്പെടേണ്ടതെന്ന് പറഞ്ഞു. കേരളം കണ്ട മികച്ച പാർലമെന്റേറിയനാണ് പ്രേമചന്ദ്രനെന്നും കൂട്ടിച്ചേർത്തു. കേരളം കണ്ട ഒരു നല്ല പാർലമെന്റേറിയനാണല്ലോ പ്രിയപ്പെട്ട പ്രേമചന്ദ്രൻ. ഏത് ലോക്സഭയിൽ ജനകീയതയും അതോടൊപ്പം ഉത്തരവാദിത്വ ബോധവും അത് രണ്ടും മുറുകെ പിടിച്ചുകൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഓരോ തെരഞ്ഞെടുപ്പിലും കൂടുതൽ ഭൂരിപക്ഷത്തോടെ അവർ വിജയിക്കും. തൊട്ടുപിന്നാലെ സദസ്സിനെ അഭിസംബോധന ചെയ്യാനെത്തിയ പ്രേമചന്ദ്രനെ കരഘോഷവും മുദ്രാവാക്യം വിളിയുമായാണ് ടൗൺ ഹാളിലെ നിറഞ്ഞ സദസ്സ് വരവേറ്റത്. കേരള സർക്കാരുകൾക്കെതിരെ ആഞ്ഞടിച്ചും തനിക്കെതിരെ നടക്കുന്ന സംഘിവൽക്കരണത്തിനെതിരെ ഊന്നിപ്പറഞ്ഞുമായിരുന്നു പ്രേമചന്ദ്രന്റെ പ്രസംഗം. അതും ഇതുവരെ കാണാത്ത വിധമുള്ള ശക്തമായ ഭാഷയിൽ. രാഷ്ട്രീയ പ്രവർത്തകരുടെ പൊതുപ്രവർത്തകരുടെ പൊളിറ്റിക്കൽ ഇന്റഗ്രിറ്റി CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയുമാണോ തീരുമാനിക്കുന്നത്? മറ്റു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ വരും കാലത്ത് എവിടെയായിരിക്കും, എങ്ങനെയായിരിക്കുമെന്ന്? 1988-ൽ താൻ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി മത്സരിച്ച RSP ചിഹ്നത്തിൽ തന്നെയാണ് ഇപ്പോഴും മത്സരിക്കുന്നതെന്നും ആ വ്യക്തിത്വം നഷ്ടപ്പെടുത്തിയാൽ പിന്നെ ഒന്നുമല്ലെന്ന ബോധ്യമുള്ള പൊതുപ്രവർത്തകനാണ് താനെന്നും പ്രേമചന്ദ്രൻ പറഞ്ഞു. അധികാര താല്പര്യങ്ങൾക്ക് വേണ്ടി ആ പൊളിറ്റിക്കൽ ഐഡന്റിറ്റി, രാഷ്ട്രീയമായിട്ടുള്ള വ്യക്തിത്വം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ഒന്നുമല്ല എന്നുള്ളത് നല്ലതുപോലെ ബോധ്യമുള്ള ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. കോൺഗ്രസ് നേതാക്കളായ രമേശ് ചെന്നിത്തല, PC വിശ്വനാഥ്, VS ശിവകുമാർ, RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ തുടങ്ങി നിരവധി നേതാക്കൾ സംസാരിച്ചു. അമൃത ന്യൂസ്, കൊല്ലം.